ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കസിൻ്റെ ഹൗസ് വാമിംഗ് പാർട്ടിയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണ്. അപ്പോൾ ഈവനിങ്ങിലായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടേഴ്സൊക്കെ കഴിക്കുകയാണ്. ചിക്കൻ സൂപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ കുറച്ച് സ്റ്റാർട്ടേഴ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ പാർട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഈവനിങ് ആണ് പാർട്ടി ഉള്ളത്. അപ്പോൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഫ്രണ്ടിലൊരു പോണ്ട് പോലെ ഉണ്ട്. അതിൽ നിറയെ ഫിഷസും ഉണ്ട്, അതുപോലെ ഇതുപോലെ വാട്ടർ പ്ലാന്റ്സും ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ബാക്ക് യാർഡിലൊക്കെ നല്ല ഭംഗിയുള്ള ലോണൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഈവനിങ്ങിലെ പാർട്ടി ആയതുകൊണ്ട് വളരെ നന്നായിട്ട് നല്ല ഭംഗിയുള്ള ലൈറ്റിൻ്റെ ഡെക്കറേഷനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കടക്കാം. അപ്പോൾ ഇതാണൊരു ഫ്രണ്ട് ഏരിയ. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇതാണ് എൻട്രി. അപ്പോൾ ചെന്ന് കയറുന്നത് തന്നെ ലിവിങ് റൂമിലോട്ടാണ്. പിന്നെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റിങ്ങും അതുപോലെ ഓരോ സൈഡിലുള്ള ഗ്ലാസ് ആണ്. ഇത് അവിടുത്തെ ഗസ്റ്റ് റൂമാണ്. അപ്പോൾ ഇവിടെ സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാളിൽ ഈ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്, വാൾ ഡെക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നടുമുറ്റുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡെക്കറേഷൻ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഓരോ ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. പിന്നെ ഈ ഒരു മിറർ നല്ലൊരു ഹൈലൈറ്റ് ആണ്. ഇത് ഇമ്പോർട്ടഡ് ആണ്. പിന്നെ ഓരോ വാൾസിലും ഇതുപോലെ ലൈറ്റ്സും അതുപോലെ ഡെക്കറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമിലോട്ട് കടക്കാം. അപ്പോൾ 3 ബെഡ്റൂമാണുള്ളത് താഴെ. അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതുപോലെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമൊന്നും മെയിനായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു കോർട്ട്യാർഡിലേക്കാണ്. അപ്പോൾ അത് ഗ്ലാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ റൂഫിലും അതുപോലെ വാളിലൊക്കെ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇവിടെ ഒരു ലോങ് കർട്ടൻ വരുന്നുണ്ട്. പിന്നെ ഇതാണ് വാഷ്റൂം. വാഷ്റൂമിൽ ഷവർ സ്പേസും അതുപോലെ ടോയ്ലറ്റ് സ്പേസും തമ്മിൽ ഗ്ലാസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാളിൽ ഈ ഒരു സ്റ്റോൺ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിൽ വാൾപേപ്പറും കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇവിടെ ഒരു ലൈബ്രറി സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇവിടെ നന്നായിട്ട് ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലോങ് കർട്ടൻ വരുന്നുണ്ട്. പിന്നെ ഇതാണ് വാഷ്റൂം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം. അപ്പോൾ ഇതാണ് തേർഡ് ബെഡ്റൂം. ഇവിടെ നന്നായിട്ട് ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ ലോങ് കർട്ടൻ വരുന്നുണ്ട്. അതുപോലെ വാളിൽ ഇതുപോലെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ വാളിലൊരു വലിയൊരു മിറർ വരുന്നുണ്ട്. വാളിൽ ഇതുപോലെ വാൾപേപ്പറും അതുപോലെ ചെറിയൊരു ഡെക്കറേഷനും ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രിക്കിന്റെ ഒക്കെ ഒരു വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി സ്പേസ് ഉണ്ട്. അതുപോലെ മുകളിലായിട്ട് സ്റ്റോറേജ് ഷെൽഫ് ഉണ്ട്. പിന്നെ ഈ നടുമുറ്റത്തിന്റെ സൈഡിലൊക്കെ ഒരു ഫിഷ് പോണ്ടാണ്. അതുപോലെ സൈഡിലൊക്കെ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈബ്രറി പോലത്തെ ഒരു ഷെൽഫ് ഉണ്ട്. ഇതൊരു സ്റ്റഡി ടേബിൾ പോലെയൊക്കെയാണ്. അപ്പോൾ ഇനി ഫുഡിൻ്റെ ടൈമായപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് ബഫേ ആയിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ റോൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ ചിക്കന്, മട്ടന്, ബീഫ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ് ഐറ്റം ആയിട്ട് ബക്ലാവ ഉണ്ടായിരുന്നു. അതുപോലെ കോട്ടൺ ക്യാൻഡി, പോപ്കോൺ, ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലൈവ് കിച്ചൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ്സ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. രാത്രി ആയപ്പോഴാണ് ഈ ഒരു ലൈറ്റ്സിൻ്റെ ഒക്കെ ഒരു ശരിക്കുള്ളൊരു ഭംഗി കണ്ടത്. പിന്നെ ഇതുപോലെ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇപ്പോൾ വീണ്ടും വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് സ്റ്റെയർ കേസ്. പിന്നെ ഇതാണ് കിച്ചണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു പ്ലാന്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലിവിംഗ് റൂമിലെ സോഫയാണ്.
പിന്നെ ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട്. പിന്നെ സ്റ്റെയർ കേസിന് വുഡൻ സ്റ്റെപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ലൈറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ്. പിന്നെ ഇവിടുന്ന് അപ്സ്റ്റേഴ്സ് നിന്നും ഇങ്ങോട്ട് താഴേക്കുള്ള ഒരു വ്യൂ ഉണ്ട്. ഈ ഒരു നടുമുറ്റത്തേക്കുള്ള വ്യൂ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ക്വിക്കായിട്ട് വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. പിന്നെ ഇവിടെ ഒരു ചായക്കട പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചായയും അതുപോലെ ഒരു ചായക്കട പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചായയും കടികളും പൊരിക്കടികളും പഴവും ഒക്കെ ഉണ്ട്. അപ്പോൾ പാർട്ടി ഏകദേശം തീരാറായി. അപ്പോൾ നമ്മളിപ്പോൾ വീടൊക്കെ കണ്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ വ്യൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്